ഒരു പ്രധാന വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ അടുത്ത ആഴ്ചയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഏറ്റവും വലിയ മദർഷിപ്പുകളിലൊന്ന് ട്രയൽ റണ്ണിനെത്തും. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തിയാകും. റെയിൽ തുരങ്കപാതയ്ക്ക് സ്ഥലമേറ്റെടുപ്പ് ആരംഭിച്ചതായും മന്ത്രി 24-നോട് പറഞ്ഞു. തുറമുഖത്തിൻ്റെ 92% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ മാസം 2ാം വാരത്തിൽ ട്രയൽ റൺ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഈ വർഷാവസാനത്തോടുകൂടി കമ്മീഷൻ ചെയ്യും. റോഡ് കണക്ടിവിറ്റി 1.7 കിലോമീറ്റേഴ്സ് ഹൈവേയുമായി ലിങ്ക് ചെയ്യുന്ന ബൈപ്പാസ് ഏതാനും മീറ്റർ കൂടിയേ തീരാനുള്ളൂ. ബാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. റെയിൽവേ കണക്ടിവിറ്റിയാണ്. 10.7 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റെയിൽവേ വരുന്നതെങ്കിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കമാണ്. അതിനാവശ്യമായ സ്ഥലമേറ്റെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നാഷണൽ ഹൈവേയുമായി ലിങ്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിംഗ് റോഡിൻ്റെ പ്രപ്പോസൽ വന്നിരുന്നു. 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയും. അത് ഇപ്പോൾ ഏറ്റവും വലിയ ഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള മദർഷിപ്പ് തന്നെയാണ് ആദ്യ ദിവസം വരിക. അഖിൽ ഷാൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ, തുറമുഖവുമായി ബന്ധപ്പെട്ട് നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളിലേക്ക്, നടപടികളിലേക്കാണ് കടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗൂഗിൾ, ഈ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സർക്കാർ പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ട്രയൽ റൺ ഉടൻ തന്നെ നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി ട്രയൽ റണ്ണിനുള്ള നടപടികൾ ആരംഭിക്കും, അല്ലെങ്കിൽ ട്രയൽ റൺ ആരംഭിക്കുമെന്നുള്ളതാണ് പ്രധാനമായും തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിനായി ഈ ലോകത്ത് തന്നെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലുകളിൽ ഒരെണ്ണം, മദർഷിപ്പുകളിൽ ഒരെണ്ണം വിഴിഞ്ഞത്തെത്തും. ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായി വിഴിഞ്ഞത്തെത്തും. ചരക്കുകൾ കയറ്റിയായിരിക്കും ഈ കപ്പലുകൾ എത്തുന്നത്. ഈ കപ്പലിൽ നിന്ന് ഈ ക്രെയിനുകൾ ഉപയോഗിച്ച്, അതായത് വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ച ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് മാറ്റുകയും അതുപോലെ തന്നെ തിരിച്ച് കയറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തും ഈ ട്രയൽ റണ്ണിൽ. അതിന്റെ ഭാഗമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ട്രയൽ റൺ നടത്താനുള്ള മുഴുവൻ സംവിധാനങ്ങളും തുറമുഖത്ത് സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായ ഈ ക്രെയിനുകളുടെ സ്ഥാപനം, അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ബാക്ക്യാർഡും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ മറ്റ് ഘടകങ്ങളായിട്ടുള്ള ഈ തുറമുഖത്തിൽ നിന്ന് അതുപോലെ തന്നെ ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ്, അതിന്റെ നിർമ്മാണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കി. മറ്റൊരു കാര്യം, ഇനി നടപ്പിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയാണ്. അതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലും തുരങ്കപാതയായിട്ടാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പാരിസ്ഥിതിക പഠനം ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് തുറമുഖ മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ മറ്റ് നടപടികളൊക്കെ നിലവിൽ നടന്നു വരികയാണ്. ഒപ്പം ഏറ്റവും വലിയ പദ്ധതി, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് റിംഗ് റോഡ്, തിരുവനന്തപുരം റിംഗ് റോഡ്. ആ റിംഗ് റോഡ് 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, അവിടേക്ക് കപ്പലുകൾ അടുക്കുന്നതിലേക്കുള്ള അതിവേഗ നടപടികളാണ് പുരോഗമിക്കുന്നത്. ട്രയൽ റൺ അടുത്ത ആഴ്ച എന്നതാണ് മന്ത്രി പറയുന്നത്. ഒപ്പം ഏറ്റവും വലിയ ഷിപ്പ് തന്നെ അവിടെ എത്തിച്ചുകൊണ്ട് ഒരു ട്രയൽ റൺ നടത്താനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. അഖിൽ ഷാൻസാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.